മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് പ്രകൃതിരമണീയമായ കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പുതുപൊന്നാനിയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. കടലിനോടും കായലിനോടും ചേർന്ന് കിടക്കുന്ന പ്രകൃതിരമണീയമായ ഈ ഭൂമിയിലാണ് മഹതിയായ മുനമ്പത്ത് ബീവി അവറുകൾ മറപ്പെട്ട് കിടക്കുന്നത്. മഹതിയായ മുനമ്പത്ത് ബീവി ഈ നാട്ടുകാരിയല്ല, ഈ നാട്ടിൽ ജീവിച്ചിട്ടുമില്ല. മഹദി അവറുകളുടെ ജനാസ വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി വന്ന് അടിയുകയായിരുന്നു. തീർത്തും ഇസ്ലാമിക വേഷം ധരിച്ചു ഔറത്ത് പൂർണ്ണമായി മറച്ച് ഒരു ജീർണതകളും ഇല്ലാതെ ആണ് ദിവസങ്ങളോളം ആ മൃതദേഹം അവിടെ കാണപ്പെട്ടത്. സമുദ്രത്തിലൂടെ ഒഴുകി വന്ന ആ ജനാസ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേടുപാടുകൾ ഉണ്ടാകാത്തതിനാൽ അവിടുത്തെ നാട്ടുകാർക്ക് സംശയം തോന്നി. ഇത് ഒരു സാധാരണക്കാരിയല്ല. സാധാരണ അന്നത്തെ കാലത്ത് സമുദ്രത്തിലൂടെ അറിയപ്പെടാത്ത ആളുകളുടെ ജനാസ ഒഴുകി വന്നാൽ എതിർദിശയിലേക്ക് തിര പോകുന്ന സമയത്ത് ആ ജനാസ സമുദ്രത്തിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്ന രീതിയാണ് അന്നത്തെ കാലത്ത് ആ നാട്ടുകാർ ചെയ്തിരുന്നത്. മഹദി അവറുകളുടെ ജനാസയും അതുപോലെ അവർ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും വീണ്ടും ആ ജനാസ ആ കരയിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ജനാസ പുതുപൊന്നാനിയോട് ചേർന്ന് തന്നെ മറവ് ചെയ്യാൻ ആ നാട്ടുകാർ തീരുമാനിച്ചു. അവിടെ ഒരുപാട് പേർക്ക് ദർശനം ലഭിക്കുന്നതിന് ഇടയാക്കി. അങ്ങനെ മഹദി അവറുകളുടെ മക്ബറയിലേക്ക് സിയാറത്ത് ചെയ്യാനായി പല ദേശങ്ങളിൽ നിന്നും ഉന്നത ആളുകളും അവിടേക്ക് എത്തിത്തുടങ്ങി. ഞാനിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് അതിമനോഹരമായ ഒരു കടൽ കായൽ സംഗമ സ്ഥലമാണ്. മനോഹരമായ ഈ സ്ഥലം കാണുന്നതിനും മഹദി അവറുകളെ സിയാറത്ത് ചെയ്യുന്നതിനും വേണ്ടി നിരവധി ആളുകളാണ് ഇവിടേക്ക് ദിനംതോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മുനമ്പത്ത് ബീവി അവറുകളുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്യാനായി വന്നത്. പൊന്നാനിയിൽ വന്നിട്ടുണ്ടെങ്കിലും പുതുപൊന്നാനിയിൽ ആദ്യമായിട്ടാണ് വന്നത്. കടലും കായലും ഒരുപോലെ ഒത്തുചേരുന്ന സ്ഥലമാണ് പുതുപൊന്നാനി.